ഹായ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മളെ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോയുടെ സമയം കിട്ടാത്ത കാരണം കൊണ്ട് വീഡിയോ ഇടാത്ത കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 4:30 ആയിട്ടുള്ളൂ. എന്തായാലും ഇന്നൊരു വീഡിയോ ഇട്ടാൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നാട്ടോ. അപ്പം നേരം വെളുക്കണേ ഉള്ളൂ കേട്ടോ, 4:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നീച്ചതിന് എൻ്റെ വാതിലൊന്നും ചെറുതായിട്ട് പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ, അതാട്ടോ ഞാൻ കാണിച്ചത്. അപ്പം നമുക്കിന്ന് കഞ്ഞിയും ചെറുപയർ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെയൊക്കെ ചോറും കറിയൊക്കെ ആയി, കഞ്ഞിയായി, ചെറുപയർ ഉപ്പേരിയായി, ചോറൊക്കെ ഊറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കഞ്ഞിയും ചെറുപയർ ഉപ്പേരിയായിട്ടോ. ഒരുപാട് കറികളൊന്നുമില്ല, നമുക്ക് തന്നെ ധാരാളം കേട്ടോ. ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ കേട്ടോ. അപ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ചപ്പോൾ അതിലൊരു കൂമ്പ് കിട്ടിയതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ പല്ല് തേച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് തിന്നാത്തത്. അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഞാൻ ഇത്ര വീഡിയോ ഇടാത്ത കാരണം കൊണ്ട് എന്താ പറയുന്നത്, ഞാൻ കുറേ ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട്, വീഡിയോ ഇടാൻ സമയം കിട്ടാത്ത കാരണം കൊണ്ടാട്ടോ വീഡിയോ ഇടാത്ത. പണിയുണ്ട്, തൊഴിലുറപ്പല്ല കേട്ടോ. തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഒരു കമ്പനിയിൽ പോവുകയാണ്. ഡെയിലി ഒന്നും പോവില്ല കേട്ടോ, ഒന്നരാടമൊക്കെ തന്നെ കേട്ടോ. വൈകുന്ന സമയത്ത് പോവും, കണ്ണിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പോവും, അങ്ങനെയൊക്കെ കേട്ടോ. ഡെയിലി പോകാൻ നമുക്ക് സാധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ണിന് അമ്മയുണ്ട് കേട്ടോ നോക്കാം. അമ്മയ്ക്ക് തൊഴിലുറപ്പൊന്നുമില്ലല്ലോ, അപ്പം നീ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു കേട്ടോ അമ്മ. അപ്പോൾ രാവിലെ ഞാൻ എല്ലാ പണിയൊക്കെ ഒരുക്കിയിട്ട് വീടുത്തെ പണി അവൻ്റെ കാര്യങ്ങളൊക്കെ രണ്ടുപേര് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പോക്ക്. അപ്പോൾ രാവിലെ അവൾ പിന്നെ ചെയ്തോളും, കുഞ്ഞാറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളും കേട്ടോ. കണ്ണിന് രാവിലെ ഞാൻ അവൻ്റെ രാവിലെ മരുന്നൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാട്ടോ പോവുക. സമയം 7:45 നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഉള്ള സമയം വെച്ചിട്ട് അവൻ്റെ കാര്യം ക്ലിയർ ആക്കും കേട്ടോ. ബാക്കി അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകും കേട്ടോ. പിന്നെ അമ്മ ഉച്ചയ്ക്കൊക്കെ വന്ന് ചോറ് കൊടുക്കും. പിന്നെ വൈകിട്ട് ചായ അമ്മ ഇവിടെ ഉണ്ടാവും കേട്ടോ, അമ്മ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഇടയ്ക്ക് പണിക്ക് കണ്ണിന് വയ്യെങ്കിൽ പണിക്കൊന്നും പോവില്ല കേട്ടോ. കേട്ടോ നമ്മുടെ വിശേഷം. പിന്നെ എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. നമ്മുടെ വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ല, ക്ലിയറൊന്നുമില്ല കേട്ടോ. ഇരുട്ടൊക്കെ തന്നെയല്ലേ, നമ്മുടെ വീട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആരൊന്നും എന്താ പറയുക, ക്ലിയർ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും വിചാരിക്കില്ല കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും മറന്നാണാവോ, കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് എല്ലാവരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ എൻ്റെ അടുക്കളയത്തെ പണിയൊക്കെ ഒരുങ്ങി കുടിക്കാനുള്ള വെള്ളം ഞാൻ പുറത്തടുപ്പിൽ വയ്ക്കുക കേട്ടോ. സംഭവം ആട്ടിൻ്റെ ചുള്ളലാട്ടോ, ആട്ടിൻ്റെ ചുള്ളലും കൊണ്ടാട്ടോ കത്തിക്കുന്നത്. അപ്പോൾ 3 കത്തിപ്പോകും കേട്ടോ, അതിൻ്റെ ചുവട്ടിൽ ആൾ വേണം കേട്ടോ. അപ്പോൾ ഞാൻ തീ പിടിപ്പിച്ചും കൊണ്ട് മിറ്റും അടിക്കുകയും ചെയ്യാം, തീയും കത്തിക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് പാല് മേടിക്കാൻ പോകണം കേട്ടോ. വീട്ടിൽ തീ പിടിപ്പിച്ചും കൊണ്ട് പാല് വേഗം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ചായ വയ്ക്കാൻ പാലില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയി മേടിച്ചിട്ട് വരികയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുക. അങ്ങനെ ഞാൻ വേഗം തീ പിടിപ്പിച്ചു കേട്ടോ. തീ പിടിപ്പിച്ചും കൊണ്ട് പാൽ വീട്ടിൽ പോയിട്ട് 2-3 ദിവസമായിട്ടോ. വീട്ടിൽ പോയി പാല് മേടിച്ചിട്ട് വരെ ഇരുട്ടാണ്, നേരം വെളുക്കണേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇരുട്ടാണ് കേട്ടോ. ഇന്നലെ നല്ല വെള്ളമല്ല, ഡാമത്തെ കാഞ്ഞിരപ്പുഴ വെള്ളം വന്നപ്പോൾ ഞാൻ എല്ലാവരുടെയും പിടിച്ചൊഴിച്ച് വെച്ചതാണ് കേട്ടോ. നല്ല വെള്ളം വന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ തക്കൂടെ അമ്മ എനിക്ക് മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് നീച്ചു കേട്ടോ. അങ്ങനെ അവളെ മൂത്രമൊക്കെ ഒഴിപ്പിച്ച് പിന്നെ അവൾ പുതച്ച് മൂടി കിടന്നു കേട്ടോ. കള്ളത്തിപ്പണ്ട് പുതച്ച് മൂടി കിടക്കുകയാണ്. നീക്കടി എന്ന് പറഞ്ഞപ്പോൾ കേൾക്കണില്ല, നല്ല മഞ്ഞല്ലേ, അപ്പോൾ സുഖമായി ഉറങ്ങുകയാണ്. അതിൻ്റെ അടുക്കള വൃത്തിയൊക്കെ ആക്കി കഴിഞ്ഞു കേട്ടോ. എൻ്റെ വീട്ടിൽ പോകണം, കഞ്ഞിൻ്റെ വെള്ളം കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാം, പാലും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ആടിനുള്ള കഞ്ഞിൻ്റെ വെള്ളം ചൂടുള്ള വെള്ളമല്ലേ, അപ്പോൾ നല്ല വെള്ളം കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അതും കൊണ്ടുപോകുക, പാലും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. കുറേ ദിവസമായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കേട്ടോ. സമയം കിട്ടാത്ത കാരണം കൊണ്ട് പോക്കില്ല കേട്ടോ. അവർ മക്കളിങ്ങോട്ട് വരും കേട്ടോ. പൂക്കിയും തക്കൂടും ഇങ്ങോട്ട് ഓടി ഓടി വരുന്നുള്ളൂ. ഇവിടെ തന്നെ അല്ല അവർ കിടക്കുകയും ചെയ്യുന്നത്. പിന്നെ അമ്മയും വൈകിട്ട് ഇവിടെ കിടക്കാൻ വരും. പിന്നെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവില്ല കേട്ടോ. ഇപ്പം ഇന്നലെ വെള്ളം വന്നപ്പോൾ ഞാൻ എല്ലാവരുടെയും പിടിച്ച് വെച്ചതാണ് കേട്ടോ. നല്ല വെള്ളമല്ല കേട്ടോ, ഡാമത്തെ വെള്ളമാണ്. ഇത് കുടിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല വെള്ളം നമുക്ക് ഒന്നരാടം വരുമ്പോൾ കുടത്തിലൊക്കെ പിടിച്ച് വയ്ക്കും കേട്ടോ, ഡ്രമ്മിലൊക്കെ നിറച്ച് വയ്ക്കും. അത് നമുക്ക് നല്ല വെള്ളം കിട്ടുന്നത് കമ്മിയാണ് കേട്ടോ. എൻ്റെ വീടെത്തി, വീട്ടിൽ അമ്മ തുടങ്ങിയിട്ടോ പണി. അമ്മ നേരത്തെ ഇവിടുന്ന് നീച്ച് പോയി, അമ്മൻ്റെ പണി അമ്മ തുടങ്ങിയിട്ട്. അമ്മ നേരെ നീച്ച് പോണതും അമ്മ നേരെ തൊഴുത്തിക്കാട്ടോ പോവുക, ചാണകം വാരിയിടാൻ. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരും ഞങ്ങൾ വളം നാട്ട പറയുക, വളം വാരിയിടാനാട്ടോ പോവുക. ചാണകമൊന്നും പെട്ടെന്ന് കിട്ടില്ല കേട്ടോ, വളം വാരിയിടുക അങ്ങനെയാട്ടോ നമുക്ക് കിട്ടുക. ഫസ്റ്റ് അങ്ങനെ വരിക കേട്ടോ, വായിൽ അങ്ങനെ കേട്ടോ വളം വാരിയിടുക. അമ്മ പിരിഞ്ഞ് വളം വാരിയിടില്ല കേട്ടോ. അമ്മ എന്താ പറയുക,
അമ്മ നീച്ചതും കന്നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം അടുക്കളയ്ക്ക് കയറുള്ളൂ. അമ്മ വളം വാരിയിട്ട് വെള്ളം കൊടുത്ത് കുറച്ച് മുകളിലാട്ടോ നമ്മൾ വൈക്കോൽ അടുക്കി വെച്ചിരിക്കുന്നത്. ചെറിയച്ഛൻ്റെ സ്ഥലത്താട്ടോ ചെറിയച്ഛൻ്റെ സ്ഥലത്താണ് കേട്ടോ വൈക്കോലൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് മുകളിൽ പോയിട്ട് എടുത്തിട്ട് വരണം കേട്ടോ. അപ്പോൾ അമ്മ വളമൊക്കെ വാരിയിട്ട് കഴിഞ്ഞ് കന്നിന് വെള്ളം കൊടുത്ത് പിന്നെ വൈക്കോലൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്ത ശേഷമാട്ടോ അമ്മ അടുക്കളയ്ക്ക് കയറുള്ളൂ. അമ്മ എന്നിട്ടൊക്കെ ചായയൊക്കെ കുടിക്കുകയുള്ളൂ. കന്നുകളുടെ കാര്യം കഴിഞ്ഞിട്ടാട്ടോ അമ്മ എന്ത് വേണമെങ്കിൽ ചെയ്യുള്ളൂ. ഇതൊക്കെ നമുക്ക് കച്ചവടത്തിന് കൊണ്ടുവന്ന കന്നുകളാട്ടോ, വളർത്താനുള്ള കന്നുകളൊന്നുമില്ല കേട്ടോ, കച്ചവടത്തിനുള്ളതാണ് കേട്ടോ. ചന്തയിൽ പോയി കൊണ്ടുവരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനിയന് കന്ന് കച്ചവടമാണെന്ന്. അച്ഛനും കന്ന് കച്ചവടം തന്നെയായിരുന്നു കേട്ടോ. അച്ഛൻ മരിച്ച ശേഷം ഇപ്പം അനിയനാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പഴയ തൊഴുത്താട്ടോ. പഴയ തൊഴുത്തിൽ ആടിനുള്ള പൊന്ത കെട്ടിത്തൂക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആടിനൊന്നും വിട്ട് മേയ്ക്കാനുള്ള സൗകര്യങ്ങളില്ല കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പ്ലാവും പൊന്തയൊക്കെ വെട്ടണമെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ പോയി കൊണ്ടുവരും കേട്ടോ. അപ്പോൾ തോനെ കൊണ്ടുവന്നിട്ട് കെട്ടിത്തൂക്കി വയ്ക്കും കേട്ടോ, കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാഴ്ചക്കൊക്കെ ഉണങ്ങിയാലും അത് കൊടുത്തോളൂ കേട്ടോ. നമ്മുടെ ആടുകളൊക്കെ ആട്ടുംപെട്ടി അടിക്കാൻ വന്നിട്ടില്ല കേട്ടോ. അമ്മ വളം വാരിയിട്ട് ശേഷം ആട്ടുംപെട്ടിക്ക് കയറുള്ളൂ. ഇവന് 2-3 ദിവസമായിട്ട് ഞാൻ വീട്ടിൽ പോയ കാരണം കൊണ്ട് ഇവനെ കാണുന്നില്ല കേട്ടോ. എന്നെ കണ്ടപ്പോൾ അവനെ കെട്ടിപ്പിടിച്ചിരിക്കുക കേട്ടോ. പോകണില്ല, അവൻ്റെ അമ്മനോട് പോയിക്കോ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല. അവനെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അവൻ്റെ സ്നേഹപ്രകടനം കേട്ടോ ഞങ്ങൾ രണ്ടാളിൽ. അവർ രണ്ടാളും വരും കേട്ടോ. കൂക്കിയും തക്കൂടെ ഓടി വരും കേട്ടോ. ഇവൻ അങ്ങനെ വരാനായിട്ടില്ല കേട്ടോ. അപ്പം ഒറ്റയ്ക്ക് വരില്ല, അവർ രണ്ടാളുണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതോടെ നിൻ്റെ അച്ഛൻ്റെ വണ്ടി അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കണില്ല കേട്ടോ. പിന്നെ അമ്മൻ്റെ വളമൊക്കെ വാരിയിട്ടിട്ട് അമ്മ ക്ഷീണത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അമ്മൻ്റെ അടുത്ത് അവനെ കൊടുത്തിട്ട് ഞാൻ വീടെത്തിയിട്ട് അങ്ങനെ ഞാൻ ചായ വയ്ക്കുക. എനിക്ക് ഈ പാത്രത്തിൽ തന്നെ ചായ വയ്ക്കുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കുള്ള കുഞ്ഞേറ്റയുടെ ചായ കുടിക്കില്ല. അപ്പം എനിക്കും കണ്ണനുള്ള ചായ മതിയല്ലോ. പിന്നെ ഞാൻ കണ്ണന് മരുന്നൊക്കെ കൊടുത്ത് ചായയൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഇടയിലുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, സമയമായി. അപ്പം പിന്നെ മക്കൾക്കൊക്കെ ചോറ് കൊടുത്ത് കുഞ്ഞാറ്റിനെയൊക്കെ ഒരുക്കിയിട്ട് പണിക്ക് പോയിട്ടോ. ഇത് നമ്മുടെ വൈകുന്നേരത്തുള്ള വീഡിയോ കേട്ടോ. പണി മാറ്റിയിട്ട് വരുന്ന സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ. 5 മണിക്ക് ശേഷമുള്ള വീഡിയോ ആണ്. ഇനി വന്നിട്ടുള്ള വീടത്തെ പണി രാവിലെ ചെയ്ത പോലെയുള്ള പണികളുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കോഴി ഉള്ളിൽ കയറി ഇരിക്കുക കേട്ടോ. എന്നെ കണ്ടപ്പോൾ പുറത്തേക്ക് വരികയാണ് കേട്ടോ. ഞാൻ ആട്ടി വിട്ടതാണ്. അപ്പോൾ പണിക്ക് പോയി വന്നിട്ട്